Vikram. Sir. Both of you, please come. Chako. Sir. Vikram. നമുക്ക് അർജന്റായിട്ട് ആ ഹോട്ടൽ വരെ ഒന്ന് പോകണം. Sir. ചാക്കോ സർ, എനിക്ക് ഇതേ മെറ്റീരിയലിലുള്ള ഒരു സാരി വേണം. സെയിം ലെങ്ത് ആൻഡ് ബെഡ്ത്ത്. ഓക്കെ? ശരി സർ. ദെൻ കം ഓൺ, ക്വിക്ക്. സർ. കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. ആ സാരമില്ല. ഇതെന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. Vikram, bring that photograph. Bring that suit. Vikram. Sir. Remove the bed. Good. ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിലൊന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കയറിക്കോ. ട്രൈ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ. സാധിക്കുന്നില്ല സാർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 6 അടി 1 ഇഞ്ച്. അപ്പോ അശ്വതിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി ഒരുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആം ഐ കറക്റ്റ്? സർ. ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? 5 അടി 4 ഇഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി? ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദി അതർ സാരി. ഈ സാരി ആ കൊടുത്തിടണം. സാർ ഹൈറ്റ് ആ ടീപ്പ് എടുക്കും. ആ ഹൂക്ക് കെട്ടുക. നല്ലവണ്ണം മുറുക്കണം. മുറുകിയോ? ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്ത്? യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപ്പോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. പുട്ട് ദി അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്. സി, ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ? വെയിറ്റ്. ഈ സാരി നോക്കിയേ. ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സാർ? എങ്ങനെ വന്നു സാർ? I'll show you. Get down. കഴുത്തി കെട്ടോ? ശരി സാർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. Ready? Yes. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ.
ഐ എം സോറി. It's all right, sir. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്ക് വന്നു? സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആകാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരി ഇട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ, പൊക്ക വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവൂ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് DMOയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം 4 ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ടൊലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീല നിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗവുമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചുപൂട്ടിക്കിടന്ന മുറിയിൽ അകത്താളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല. സെക്ഷൽ അറ്റംപ്റ്റ് നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏത് എക്സ്പെർട്ടിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞു മിസ്റ്റർ, ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതുവരെ 100-500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്. ഒരു മരണം നടന്നു, അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മുയല് ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ അബദ്ധമായിരിക്കും. എങ്കിലും ഒരു സംശയം. ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോഴുണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു. വിക്രം Sir. എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. കമാ. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂക്കി ആളെ പിടിക്കാൻ മാത്രമല്ല വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം. യെസ് സർ. പോട്ടെ.
നമസ്കാരം. നമസ്കാരം. ഡോ, ഇങ്ങ് വന്നേ. ഇയാളല്ലേ ആ ചത്ത പെണ്ണിന്റെ പടത്തിന്റെ ഡയറക്ടർ? അതെ. ഇതാ പടം തന്നെ? അല്ല, ഇത് വേറെ പടമാണ്. ആ പോ. നിങ്ങളല്ലേ മിസ്റ്റർ വിശ്വം? അതെ. താനിങ് വന്നേ. ഇവനൊക്കെ എവിടെ നിന്നാ? നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ, അതല്ലേ അതിന്റെ ഭംഗി. സിനിമയിലെ ഹീറോ അല്ലേ താൻ, പിന്നെങ്ങനാണോ ജീവിതത്തിൽ വില്ലനായത്? പുരാണ പടത്തിലെ ശ്രീകൃഷ്ണന്റെ മുഖമാണല്ലോടോ തനിക്ക്. ഈ മുഖവും വെച്ചോണ്ട് തനിക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കൊല്ലാൻ തോന്നിയത്? ഒരു കല്യാണം മുടക്കിയതിന് ഇത്രയും കടുത്ത ശിക്ഷയോ? നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? സൂപ്പർ സ്റ്റാറിന്റെ അഭിനയമൊക്കെ അങ്ങ് വെള്ളിത്തിരയിൽ മതി, എന്നോട് വേണ്ട. മനുഷ്യൻ നുണ പറഞ്ഞെന്നിരിക്കും, പക്ഷേ മൃഗങ്ങൾ നുണ പറയില്ല. പോലീസ് ഡോഗ് ഡോളി ഹോട്ടൽ പ്രസിഡന്റിൽ അശ്വതി മരിച്ചു കിടന്ന മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ഓട്ടം ഹോട്ടൽ സീലാൻഡിൽ റൂം നമ്പർ 33 മുന്നിൽ ചെന്നാണ് നിർത്തിയത്. മനസ്സിലായോ തനിക്ക്? റൂം നമ്പർ 33 ഹോട്ടൽ സീലാൻഡിൽ സാറിന്റെ സ്പെഷ്യൽ റൂമാണത്. മോട്ടീവ് വ്യക്തമാണ്, ആളെയും പിടികിട്ടി. ഇനി എങ്ങനെയാണ് സാർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കൂടി പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എനിക്ക് ധൃതിയില്ല. ഷൂട്ടിംഗ് എപ്പോ തരും? രാത്രിയാവും. ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ആ, പേപ്പർ ഉണ്ടോ കയ്യിൽ? ആ, മതി 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 മതി. ഷൂട്ടിംഗ് തീരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ആ, താനിങ് വന്നേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ലതാണെങ്കിൽ ഞാനും നല്ലതാ. സിനിമയെ കാണിക്കുന്ന ചെപ്പടി വിദ്യ ഒന്നും എന്റെ അടുത്ത് വേണ്ട. വേലത്തരം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഞാൻ കളഞ്ഞേക്ക്. വരട്ടെ. ശരി സാർ, അപ്പൊ നാളെ രാവിലെ കാണാം. വെക്കട്ടോ? ഓക്കെ. DIG ആയിരുന്നു സാർ. വല്ല കുഴപ്പവും? എന്തോന്ന് കുഴപ്പമാവസപ്പച്ച, ഞാനില്ലേ ഇവിടെ? എന്റെ പൊന്ന് സാറ്, എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഈ സിനിമ പിടിക്കാറിയത്. ഇവനൊരുത്തരാ. സാർ, ഞാൻ- ഒന്നും മിണ്ടണ്ട, വന്നതൊക്കെ വന്നു സാറേ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. അതെന്തോന്ന് പോക്കാവസപ്പച്ച, ഇരിക്കുന്നേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ. ഇരി. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ആരായി കൃഷ്ണൻകുട്ടി? എന്റെ ഡ്രൈവറാ. ആ, ഡ്രൈവറാ. എടാ കൃഷ്ണൻകുട്ടി, എന്താ സാർ? സ്കോച്ചിന് എന്താടാ ഇപ്പൊ വില? ബ്ലാക്ക് ആൻഡ് വൈറ്റ് 300 രൂപ, ജോണി വാക്കർ റെഡ് ലേബൽ 320, പിന്നെ ബ്ലാക്ക് ലേബൽ ഉണ്ട് 1 ലിറ്റർ, അതിന് 550 വില. 300, 320, 550. ആ, നമുക്ക് 550 കാരൻ തന്നെ മതി. സാറേ, ഇപ്പോഴത്തെ സ്കോച്ച് മുഴുവൻ കളിപ്പീരാ, വെറും പട്ടയാ. സാറേ, ഒന്നാമതൊരു ഒരു സാധനമുണ്ട്, കുത്തലില്ല, ഹാങ് ഓവർ ഇല്ല, മിനിസ്റ്റർ റം. ഞങ്ങളതാ കഴിക്കുന്നത്. ആ, അത് ദാനം കഴിച്ചാ മതി, എനിക്ക് സ്കോച്ച് മതി. സാർ പൈസ? വാങ്ങിച്ചോ, മുതലാളിയല്ലേ ഇരിക്കുന്നത്. ഞാനെങ്ങാനും പൈസ തന്നാൽ ഈ ഔസേപ്പച്ചൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും, ഇല്ലയോ ഔസേപ്പച്ച? പിന്നെ 600 ഉണ്ട്. 550 രൂപയുടെ വില, അതെ. ബാക്കി 50 നീ വെച്ചോ. ശരി. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ആകട്ടെ. അല്ല പിന്നെ കൃഷ്ണൻകുട്ടി? കൃഷ്ണൻകുട്ടിയൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും, നിങ്ങൾ പോയിക്കോ. നാരായണൻ പോകുന്നില്ലയോ? അല്ല, കൃഷ്ണൻകുട്ടി ഔസേപ്പച്ചന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ചെല്ല്. ഓരോരുത്തന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കും. അവന്റെ തൊള്ള നിനക്കാൻ കാശ് ഞാൻ കൊടുക്കണം. സ്വന്തം കാശ് പോലല്ലേ പറയുന്നത്. ബാക്കി ടിപ്പെടുത്തോളാൻ. ഒന്ന് പതുക്കെ. പോന്നു. ഓ, ആരാണോ പുതിയ ഇര വന്നിരിക്കുന്നത്? ഏതായാലും വന്നവന്റെ കാര്യം ഭംഗിയായി. ഇങ്ങനെയുണ്ട് വാർത്തിപ്പണ്ടാരം. എടോ, തനിക്ക് വയറ് നിറച്ച് ഞാൻ വാങ്ങിച്ചുതരാം, തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അന്ന് കുടിച്ച് പൂക്കുറ്റിയായി ആ CBIക്കാരെ തെറി പറഞ്ഞില്ലേ, അതുപോലെ ഈ ദേവദാസിനെ 4 പള്ളി പറയാവോ? ഇപ്പൊ പറയാം ഔസേപ്പച്ച. വാ, നമുക്ക് ബാറിലേക്ക് പോവാം. ഇപ്പൊ വേണ്ട, വരട്ടെ, പിന്നെയാകാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജനാർദ്ദനൻ നായർ. അതെ. എന്താ വിശേഷിച്ച്?
ഒന്നുമില്ല, എന്റെ മോനൊരു ചെറിയ പ്രോബ്ലം. താൻ വിചാരിച്ചത് സോൾവ് ചെയ്യാൻ നോക്കും. സാറിന്റെ മകനോ? ആരാള്? മോഹൻ. അവനൊരു ഫിലിം പ്രൊഡ്യൂസറാ. അവൻ എന്തോ അത്യാവശ്യത്തിന് മദ്രാസിലേക്ക് പോണം. നിങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ, മനസ്സിലായി. ഇരിക്കെ. ആ അശ്വതിയുടെ മരണത്തെ സംബന്ധിച്ചല്ലേ? വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം അന്ന് രാത്രി അശ്വതി മരിക്കുന്നതിന് മുമ്പ് മോഹൻ അവളുടെ മുറിയിൽ പോയിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനാ, അത്രേ ഉള്ളൂ. പിന്നെ മോഹൻ സാറിന്റെ മകനാണെന്നൊട്ട് അറിഞ്ഞതുമില്ല. ഞാൻ അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. അവന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നത് മാത്രം. അല്ല, ദേവദാസിന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. ആ. മോൻ മദ്രാസിൽ പോയിക്കോട്ടെ. വേണമെങ്കിൽ അതിന് ശേഷം ചോദ്യം ചെയ്തോളാം. ആ, ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതിനു വേണ്ടി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ദേവദാസ് ഹിയർ. ആരാ? വിഷുവാണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അരമണിക്കൂറിനുള്ളിൽ. ഓക്കെ. സാറ് ഇന്നലെ ആ വിശുദ്ധ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. അയാൾ ഈ ലോകത്തിലെ സകല ദൈവങ്ങളെയും പിടിച്ച് ആണയിടുന്നു. ആ പെണ്ണിന്റെ മരണത്തെ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ പിന്നെ പട്ടി അയാളുടെ മുറിയിൽ കയറി ചെന്നതോ? വാസ്തവം തന്നെ. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ല. പക്ഷേ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലാതായി പോയി. എന്താ സാർ? ഹോട്ടൽ പ്രസിഡന്റ് പോലുള്ള വലിയൊരു ഹോട്ടലിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പോലെ പോപ്പുലറായ ഒരാൾ എങ്ങനെ കയറി ഇറങ്ങുമെന്ന്. സാർ, ഒരു പക്ഷേ അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരാളാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ? ഒരു വാടക കൊലയാളി കൃത്യം ചെയ്ത ശേഷം വിവരം അറിയിക്കാൻ അയാളെ തേടിച്ചെന്നതാണെങ്കിൽ? ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനു പറ്റിയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? വിശ്വത്തെ കസ്റ്റഡിയിലെടുത്ത് വേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ താനേ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാം. അയാളെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിൽ എടുക്കാം, ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്യാം, നാണവും മാനവും കെടുത്താം. എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ, ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിൽ നടത്തണോ? അലക്സ് പറഞ്ഞത് കൊള്ളാം. അതാണ് അലക്സിന്റെ അഭിപ്രായമെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. അതോ അങ്ങനെ ഒരു വാടകക്കൊലയാളി ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? അലക്സ് പറയൂ. എനിക്കൊന്നും പറയാനില്ല സാർ. എന്ത് പറ്റിയടോ ഈ മാപ്പിളയ്ക്ക്? ഈയിടെയായിട്ട് അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം. 4-5 മാസങ്ങൾക്ക് മുമ്പ് അലക്സാറിന്റെ കോളേജിൽ പഠിച്ചിരുന്ന മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയില്ലേ? അതിനുശേഷമാണ് അലക്സാറിൽ ഈ മാറ്റം. ജനങ്ങളുടെ പ്രാക്കുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന സാറിന്റെയും ഭാര്യയുടെ ഒക്കെ വിശ്വാസം. ഇവനൊക്കെ ഏത് കാലത്ത് നന്നാവാൻ?